ഹായ്, ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് കമൻ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ താമരയിലും ആമ്പലുകളിലും ഫെർട്ടിലൈസർ ഡാപ്പ് പോലുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ ഗപ്പികൾക്ക് പ്രശ്നമുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗപ്പികൾ കൊതുക് പെരുകാതിരിക്കാനാണ് ഗപ്പികളിടുന്നത്. സാധാരണയായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് അസോളയാണ്. കുറേ പരിധി വരെ അസോള ഇട്ട് കഴിഞ്ഞാൽ കൊതുകുകൾ പെരുകാതിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ കുറേ കൊതുക് പെരുകാതിരിക്കാനുള്ള കാരണങ്ങളുണ്ടാവും. പിന്നെ അതല്ലാത്ത പക്ഷമാണ് നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഗപ്പികളെ നമ്മൾ വാട്ടർ ടാങ്കിൽ അല്ലാതെ പോണ്ടിൽ ഇടുക. അപ്പോൾ ഗപ്പികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വളങ്ങളായ ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ പ്രശ്നം അങ്ങനെ കാണിക്കാറില്ല. എനിക്ക് തോന്നുന്നതാണ് DAP അങ്ങനെ പ്രശ്നം കാണിക്കില്ല. നമ്മൾ അത് ഡയറക്റ്റായിട്ടല്ല അതിലിടുന്നത്. അതൊരു കിഴി കെട്ടി പേപ്പറിൽ പൊതിഞ്ഞ് അടിയിലാണ് അത് ആഴ്ത്തി കൊടുക്കുന്നത്. അത് പിന്നെ സ്ലോ ആയിട്ടാണ് റിലീസാവുക. പ്ലാന്റ് അത് വളരുമ്പോൾ അതിങ്ങനെ പതുക്കെ വലിച്ച് എടുക്കും. ഗപ്പികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപദ്രവം കണ്ടിട്ടില്ല, അങ്ങനെ ഉള്ളതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനൊരു പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 10-40 വെറൈറ്റി ഗപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഇട്ടുകൊടുത്തിത് തുടക്കത്തിൽ ആമ്പലും താമരയൊക്കെ വളർത്തുമ്പോൾ ഞാൻ ഇട്ടുകൊടുത്തപ്പോൾ ഈ ഫെർട്ടിലൈസർ ഉപയോഗിച്ചപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ NPK 19 ഇതൊക്കെ ഓവറായിട്ടിടുമ്പോഴാണ് കൂടുതൽ നല്ല ഇതായിട്ടുള്ള ഡോസ് ഉള്ളത്. NPK 19 ഒക്കെയാണ്. അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അമിതമായാലാണ് പ്രശ്നമുള്ളൂ. അല്ലാതെ അത് കിഴികെട്ടി കുറച്ച് നോർമലായിട്ട് ഈ DAP വെച്ചെടുക്കണ പോലെ താഴ്ത്തി വെച്ച് കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഫെർട്ടിലൈസറൊന്നും നമ്മൾ ഡയറക്റ്റായിട്ട് അല്ല അതിലിട്ട് കൊടുക്കണം. അതുകൊണ്ട് മീനിന് പ്രശ്നം ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഗപ്പികൾ ചാവില്ല. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, കൂടുതലും ഞാൻ ഗപ്പി വളർത്തിയ ഒരാളായതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഗപ്പി ഇട്ട് കൊടുക്കണക്കാട്ടി നല്ലത് അസോളോണ്ട് തന്നെ അത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. കൂടുതലായിട്ട് ഈ കൊതുക് പെരുകാനുള്ള കാരണം നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ വെള്ളം കുത്തിക്കലങ്ങുമ്പോൾ ഈ ചാണകമായാലും അടിവളമായിട്ട് നമ്മൾ ചാണകം എല്ലുപൊടിയൊക്കെ ഇട്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ആവുമ്പോഴാണ് ഈ കൊതുകിനുള്ള ചാൻസ്. അല്ലാതെ നല്ല മണ്ണ് മാത്രമാണ്, ഇളകാതെ മണ്ണ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊതുകിന് വരാനുള്ള ചാൻസ് ഇല്ല, മലിനമാവാൻ ചാൻസ് ഇല്ല. ഈ മലിന്യ വെള്ളത്തിലാണ് കൂടുതൽ കൊതുകുകൾ മുട്ടരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ലെയറായിട്ട് തന്നെ പ്ലാന്റ് ചെയ്യാൻ നോക്കുക. അത് ട്യൂബറിനായാലും റണ്ണറിനായാലും കേടാണ്. നമ്മൾ മിക്സാക്കി കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള ആ പ്ലാന്റ് മൊത്തം ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താമരയും ആമ്പലും നടുമ്പോൾ നമ്മളത് മിക്സ് ആക്കരുത് എന്ന് പറയുന്നത്. ചിലവരിത് നേരാവും, ചിലപ്പോൾ മിക്സാക്കി കഴിഞ്ഞാലും ചിലപ്പോൾ അത് സർവൈവ് ചെയ്യും. പക്ഷേ കൂടുതലും വന്നിട്ടുള്ളത് അത് മിക്സാക്കാതെ ലെയറായിട്ട് നടുമ്പോൾ മാത്രമാണ് അത് നന്നായിട്ട് ഗ്രോത്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കണം, അത് ലെയറായിട്ട് നടാൻ ശ്രദ്ധിക്കണം. പിന്നെ പരമാവധി അസോള ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഗപ്പിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഗപ്പി ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കത് സുഗമമായിട്ട് വേണം. ഫസ്റ്റിലൊക്കെ പ്ലാന്റ് ഒന്നും വലുതായിട്ടുണ്ടാവില്ല, ഇലകളും ഒക്കെ ഉണ്ടാവില്ല. പിന്നെ അത് ഗ്രാജുവലി അത് ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞ് ഈ ഒരു ഗപ്പിക്ക്
അത് എന്താണ് അടിയിൽ നിന്ന് മേലെ പ്രതലത്തിൽ ശ്വാസം എടുക്കാൻ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഈ ഇലകളും ഒക്കെ തിങ്ങി നിൽക്കുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു ട്യൂബർ എടുക്കണം എന്നുണ്ടെങ്കിൽ വളർത്താനാണ് നമ്മളിത് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗപ്പി ഇടാതിരിക്കുക നല്ലത്. കാരണം നമ്മളിത് ട്യൂബർ എടുക്കുമ്പോൾ അത് ഇളക്കുമ്പോഴും ചെയ്യുമ്പോഴും ആ ഗപ്പീനെ ഒഴിവാക്കേണ്ടി വരും. എല്ലാ ഗപ്പികളെയും കുഞ്ഞുങ്ങൾ പെരുകുണ്ടാവും, അപ്പോൾ അതൊക്കെ ചാവാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ കൂടുതൽ വെയിൽ നമ്മൾക്ക് ഗപ്പികൾക്ക് തട്ടിക്കഴിഞ്ഞാൽ, ഇതൊക്കെ പ്ലാന്റ് വലുതായി കഴിഞ്ഞാൽ ഓക്കെ, കൂടുതൽ വെയിലുകളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഒരു മാർച്ച് മാസം ഫെബ്രുവരി മാസമൊക്കെ ഭയങ്കര വെയിലാണ്. ആ വെയിലത്തൊക്കെ കൂടുതൽ തട്ടി കഴിഞ്ഞാൽ ഗപ്പികളൊക്കെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും പിന്നെ നമ്മൾ ഈ ട്യൂബർ എടുക്കുമ്പോൾ ഇങ്ങനത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഗപ്പികളെ ഇടാതിരിക്കുകയാണ് കൂടുതൽ നല്ലത്. ഇട്ടിച്ചിട്ട് ഒരു പ്രശ്നമില്ല. കൊതുകിൻ്റെ കൂടുതൽ പ്രശ്നമുള്ളവർക്ക് ഗപ്പികളിടാം. പക്ഷേ ഇങ്ങനത്തൊക്കെ ഓരോ ഡ്രോബാക്സുകൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. കമൻറ്റ് ഇതേപോലത്തെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും അത് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ തീർത്തു തരാനും എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് എന്നോട് ചോദിക്കാം. എന്തെങ്കിലും എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഇത് മറുപടി തരാം. എൻ്റെ കുറച്ച് എക്സ്പീരിയൻസിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ചെയ്യൽ തുടങ്ങിയിട്ട്, അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് എനിക്ക് ഫീലിംഗ് ആയ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.